لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك حجا حقا تعبدا ورقا لبيك مرهوبا ومرغوبا إليك لبيك ذا النعماء والفضل الحسن لبيك وسعديك والخير بيديك والرغباء إليك والعمل لبيك ذا المعارج لبيك ذا الفواضل لبيك إله الحق لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. بسم الله الرحمن الرحيم. قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ സദസ്സിനെ അവൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഒരു സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ ഈ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിനീതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സലഫി ആദർശത്തിൻ്റെ വ്യതിരിക്തത എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി മഹത്തായ ഈ ആദർശ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളുടെ ശക്തിയും കരുത്തും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു വേദിയിലാണ് നാം ഓരോരുത്തരും ഇപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി സമർപ്പിച്ച ആദർശമാണ് വിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ സവിശേഷത ഒരിക്കലും അത് ഐതിഹ്യമല്ല, കെട്ടുകഥകളല്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ആദർശമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം അംഗീകരിക്കുന്ന, ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധ്യതയുള്ളത്, അല്ലെങ്കിൽ അവൻ കടപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ്. നാട്ടുമാമൂലുകളെക്കാളപ്പുറം, നാട്ടാചാരങ്ങളെക്കാളപ്പുറം, ഭൂരിപക്ഷത്തിനപ്പുറം, സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ തീരുമാനത്തിനും അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിനും മുൻഗണന നൽകുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം. ഒരു മുസ്ലിമിന് തന്റെ ഐഡന്റിറ്റി നിലനിർത്തുവാൻ ആവശ്യമായ, അതിനുവേണ്ടി നിർബന്ധമായും അവൻ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊന്നിൽ വിശ്വസിക്കുവാൻ പറഞ്ഞുവോ അതിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്ന് ആചരിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചുവോ അത് ആചരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ എന്ത് എത്തിച്ചു തന്നുവോ അത് സ്വീകരിക്കുകയും അതിൽ യാതൊരുവിധ മനപ്രയാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം വിശുദ്ധ ഖുർആൻ യാതൊരുവിധ അർത്ഥശങ്കക്കും വക നൽകാത്ത വിധം ഉറക്കെ പറഞ്ഞു: ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ
ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രതികരണം ഏത് ഘട്ടത്തിൽ? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ വിധി പറയുവാൻ വേണ്ടി, തീർപ്പ് പറയുവാൻ വേണ്ടി അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്ന നിലയിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം അയ്യഖൂലു സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നത് മാത്രമായിരിക്കും. മറ്റൊരു വാക്ക് അവർ എതിരായി പറയുകയില്ല. അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യുത്തരം ഞങ്ങളത് കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നത് മാത്രമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ തന്നെ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇപ്പറഞ്ഞത് മുഅ്മിനായ ഒരു മനുഷ്യന്റെ നിലപാടാണെങ്കിൽ വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, ആ ആളുകളോട് പറയപ്പെട്ടാൽ തആലൂ നിങ്ങൾ വരൂ, എങ്ങോട്ട്? ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾ വരൂ, റസൂൽ അവതരിപ്പിച്ചത് റസൂലിലേക്ക് നിങ്ങൾ വരൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തിലും നിങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അതിലേക്ക് വരൂ എന്ന നിലയിൽ അവരെ വിളിച്ചാൽ ഖാലു, അവരുടെ പ്രതികരണം ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്ക് പുതിയതൊന്നും വേണ്ട, ഞങ്ങൾക്കിനി ഒരു പുതിയ ഖുർആനോ ഒരു പുതിയ സുന്നത്തോ കേൾക്കേണ്ടതില്ല. നേരെ മറിച്ച് ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങൾക്ക് എന്ത് പറഞ്ഞു തന്നുവോ പഠിപ്പിച്ചു തന്നുവോ അത് മാത്രം മതി ഞങ്ങൾക്ക്, അതിനപ്പുറം ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചവരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുകയാണ്, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, നിങ്ങളുടെ പിതാക്കൾ ഒരറിവുമില്ലാത്തവരാണെങ്കിലും നിങ്ങൾ അവരെ പിൻപറ്റുമോ? അവര് വിവരമില്ലാത്തവരാണ്, യാതൊന്നും അറിയാത്തവരാണ്, ഒരു ബോധവുമില്ലാത്തവരാണെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ പോകുമോ? അവർ സന്മാർഗം സ്വീകരിക്കാത്തവരാണ്, ഹിദായത്ത് ലഭിക്കാതെ പോയവരാണെങ്കിലും നിങ്ങൾ അവരുടെ പിന്നാലെ പോകുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഇതേ കാര്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കുന്നു. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റൂ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പിൻപറ്റൂ, അതുപോലെ തന്നെ റസൂലുള്ളാഹിക്ക് നൽകിയ വഹയിനെ നിങ്ങൾ പിൻപറ്റൂ എന്ന നിലയിൽ അവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ നൽകുന്ന പ്രത്യുത്തരം ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവർ നൽകുന്ന മറുപടി ഞങ്ങളുടെ ഉപ്പ എന്ത് ചെയ്തോ അത് മതി, ഞങ്ങളുടെ കാരണവന്മാർ എന്ത് ചെയ്തോ അത് മതി ഞങ്ങൾക്ക് എന്ന നിലപാട് സ്വീകരിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അല്ല ആ പിതാക്കന്മാർ യാതൊരുവിധ ബോധവുമില്ലാതെ, യാതൊരുവിധ മുഖുമില്ലാതെ, യാതൊരുവിധ ചിന്തയുമില്ലാതെ ജീവിച്ചവരാണെങ്കിലും അവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ അവരുടെ പിന്നാലെ പോകുമോ, അവരെ നിങ്ങൾ പിൻപറ്റുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഈ രൂപത്തിൽ രണ്ടു തരത്തിൽ പ്രതികരിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഈ രണ്ടു കൂട്ടരെയും ഒരേ വിളി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തത്. ഒരേ കാര്യത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ വിളിച്ചത്. മനുഷ്യരെ നിങ്ങൾ വരൂ. എങ്ങോട്ടാണ് വരേണ്ടത്? അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ, റസൂലുള്ള പഠിപ്പിച്ചതിലേക്ക് വരൂ. കാരണം അതാണ് മതം എന്ന് പറഞ്ഞാൽ, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. മാ ഖാല അല്ലാഹു വ ഖാല റസൂലുള്ളാഹി, അല്ലാഹു പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും എന്തോ അതാണ് മതം. അല്ലാതെ നാട്ടുമൂപ്പൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം അവരുടെ ഇച്ഛപ്രകാരം നിർമ്മിച്ചുണ്ടാക്കിയതല്ല, അതല്ല മതം. ഒരു ശൈഖിന്റെ വിളംബരമല്ല മതം, അല്ലെങ്കിൽ ഒരു തങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളല്ല മതം. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം അവർ കൂടിയാലോചിച്ച് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന തത്വങ്ങളല്ല മതം.
നേരെ മറിച്ച് മാ ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹി, അല്ലാഹു പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതും എന്തോ അതാണ് മതം. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മതം. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം തന്റെ ആദർശം, തന്റെ മതം സ്വീകരിക്കേണ്ടത് അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നായിരിക്കണം, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമായിരിക്കണം. ഈ നിലപാട് സമൂഹത്തോട് പറയുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് സലഫി ആദർശത്തിന്റെ, സലഫി പ്രസ്ഥാനത്തിന്റെ വ്യതിരിക്തത. ഈ നിലപാട്, ഈ പ്രസ്ഥാനം സ്വന്തമായി എടുത്തൊരു തീരുമാനം, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതല്ല, അതല്ലെങ്കിൽ യോഗം കൂടി തീരുമാനിച്ചതല്ല. ലോകത്ത് ഇസ്ലാമിക സമൂഹം, ആ സമൂഹം എന്നും സ്വീകരിക്കേണ്ടതും എന്നും നിലനിർത്തേണ്ടതുമായ മഹത്തായ ഒരു തത്വമാണ്. ഈ തത്വത്തിൽ നിന്ന് എന്ന് ജനം അകന്നു പോകുന്നുവോ ആ അകന്നുപോയ ജനതയോട് ജിഹാദ് ചെയ്യുക എന്നതും വിശ്വാസികളുടെ ബാധ്യതയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂന വഅസ്ഹാബു യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. എനിക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രവാചകന്മാരിൽ ഭൂരിഭാഗം ആളുകൾക്കും, അല്ലെങ്കിൽ എണ്ണപ്പെട്ട ചില ആളുകൾക്കൊഴികെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മത്തുകളിൽ നിന്ന് പ്രത്യേകമായ സഹായികളെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയുമോ? വഅസ്ഹാബു യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ആ പ്രവാചകന്റെ മുഴുവൻ ചര്യകളെയും അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന, ആ പ്രവാചകന്റെ സുന്നത്തുകളെ അങ്ങനെ തന്നെ ആവാഹിക്കുകയും ആ പ്രവാചക കൽപ്പനകളെ പിന്തുടരുകയും ചെയ്യുന്ന സച്ചരിതരായ നല്ലവരായ സ്വഹാബികളെ ആ പ്രവാചകന്റെ ഉമ്മത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകന്റെ സച്ചരിതരായ അടിമകൾ ഈ ലോകത്ത് ജീവിച്ച് അവരുടെ ആയുഷത്തെ അവർ മരിച്ചു കഴിഞ്ഞാൽ തുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫ്, വേറെ ചില ആളുകൾ അവരുടെ അനന്തരാവകാശികളായി കടന്നു വരും, അവരുടെ പിൻഗാമികളായി കടന്നു വരും. അവരുടെ പ്രത്യേകത യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. അവർ പ്രവർത്തിക്കാത്തത് പറയുകയും കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അവരോട് നിർദ്ദേശിച്ചതല്ല അവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജനത ആ സച്ചരിതരായ മുൻഗാമികൾക്ക് ശേഷം പിൻഗാമികളായി കടന്നു വരും. ആ ഒരു ഘട്ടത്തിൽ ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അത്തരം നിലപാടുകാരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നവനാരോ അവനാണ് മുഅ്മിൻ. അധികാരമുള്ള അവസ്ഥയിൽ, ഭരണമുള്ള അവസ്ഥയിൽ, അധികാരത്തിന്റെ ദണ്ടുപയോഗിക്കാനുള്ള സാഹചര്യമുള്ള അവസ്ഥയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത്തരക്കാരെ ഇല്ലായ്മ ചെയ്യുവാൻ, തുടച്ചു നീക്കുവാൻ ആര് തയ്യാറാകുന്നുവോ, ആ നിലയിൽ കൈകൊണ്ട് ആര് ജിഹാദ് ചെയ്യുന്നുവോ അവനാണ് മുഅ്മിൻ. ഇനി അതിന് കഴിയാത്തൊരു ഘട്ടത്തിൽ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. അവരോട്, അല്ലെങ്കിൽ പ്രവാചകന്റെ യഥാർത്ഥമായ മാർഗം വിട്ടുകൊണ്ട്, സുന്നത്ത് വിട്ടുകൊണ്ട്, പ്രവാചക കൽപ്പനകളിൽ നിന്ന് പുറം തിരിഞ്ഞു നടക്കുന്ന ആളുകളോട് നാവുകൊണ്ട് ജിഹാദ് ചെയ്യുന്നവനാരോ അവനാണ് മുഅ്മിൻ. അതിനും കഴിയാത്ത ഘട്ടത്തിൽ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. അത്തരം നിലപാട് സ്വീകരിച്ചവരോട് ഹൃദയം കൊണ്ട് ജിഹാദ് ചെയ്യുന്നവനാരോ അവനാണ് മുഅ്മിൻ. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. ഇത്തരമൊരു നിലപാട്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിച്ചു പോയ മാർഗം വിട്ടകന്നുകൊണ്ട്
മറ്റൊരു മാർഗത്തെ മാർഗമായി സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളോട് മാനസികമായ ഒരു വെറുപ്പ് പോലും ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ അവന്റെ മനസ്സിൽ തരിമ്പ് പോലും ഈമാനില്ല, അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ അംശം പോലുമില്ല, കണിക പോലുമില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ബാധ്യത, വിശ്വാസികളുടെ ബാധ്യത പ്രവാചകന്റെ മാർഗങ്ങളെ, മാതൃകകളെ പിന്തുടരുക എന്നതാണ്. അതിനപ്പുറം ഒരാൾക്കും അപ്രബാദിത്വമില്ല ഇസ്ലാമിൽ. ആ പ്രവാചകനോളം എത്തുന്ന, അല്ലെങ്കിൽ ആ പ്രവാചകന്റെ സ്ഥാനമെത്തിക്കുന്ന പ്രമാണങ്ങളെ വിശദീകരിക്കുവാൻ അല്ലെങ്കിൽ പ്രമാണങ്ങളെ പറയുവാൻ പ്രാപ്തമായ നിലയിൽ ആ പ്രവാചകനോളം എത്തുന്ന ഒരാൾ ലോകത്തില്ല. ആ പ്രവാചകനോടൊപ്പം അതേ രൂപത്തിൽ അംഗീകരിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമില്ല, ഒരു പടപ്പില്ല. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം, ലൈസ അഹദും മിൻ ഖൽഖില്ലാഹി ഇല്ലാ വഹുവ യുഖദു മിൻ ഖൗലിഹി വയുത്രക് ഇല്ല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുമില്ല, അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഒരാളുമില്ല, വഹുവ യുഖദു മിൻ ഖൗലിഹി വയുത്രക്, എങ്ങനെയല്ലാതെ, ഇല്ലാ വഹുവ യുഖദു മിൻ ഖൗലിഹി വയുത്രക്, അയാളുടെ വാക്കുകളിൽ എടുക്കേണ്ടതുമുണ്ടാകും, വർജിക്കേണ്ടതുമുണ്ടാകും. അയാളുടെ സംസാരത്തിൽ അല്ലെങ്കിൽ അയാളുടെ വാക്കിൽ നിന്ന് സ്വീകരിക്കേണ്ടതും വർജിക്കേണ്ടതുമുണ്ടാകും. ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ തള്ളേണ്ടതൊന്നുമില്ല, സ്വീകരിക്കേണ്ടതേയുള്ളൂ. ആ പ്രവാചകന്റെ വാക്കുകൾ മുഴുവനും സ്വീകരിക്കേണ്ടതേ ഉള്ളൂ. ആ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സംരക്ഷിച്ചിട്ടുള്ളത്. ബാക്കി ഒരാളും ആ രൂപത്തിൽ അപ്രമാദിത്വം നൽകപ്പെട്ടവരല്ല, ആ രൂപത്തിൽ സ്വീകരിക്കപ്പെടേണ്ടവരല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പൂർവസൂരികളായ സലഫു സാലിഹുകളായ ആളുകൾ പ്രവർത്തിച്ചത്. അവരുടെ നിലപാടുകൾ അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെത്ര വലിയവരാകട്ടെ, എത്ര വലിയ പണ്ഡിതന്മാരാകട്ടെ, അവര് പറഞ്ഞില്ല ഞങ്ങളെ നിങ്ങൾ അന്ധമായി അനുകരിക്കണം, ഞങ്ങൾ പറയുന്ന വാക്കുകളെ മതതത്വങ്ങളായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഒരൊറ്റ പണ്ഡിതനും ലോകത്ത് കഴിഞ്ഞുപോയ സലഫു സാലിഹുകളിൽ നിന്ന് ആ രൂപത്തിൽ പറഞ്ഞ ഒരാളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ആ പൂർവസൂരികളായ മുൻഗാമികളായ മുഴുവൻ ആളുകളും ഇന്ന് സലഫികൾ ഏത് നിലപാട് സ്വീകരിക്കുന്നോ ആ നിലപാട് സ്വീകരിച്ചവരാണ്. ഇന്ന് സലഫികൾ എന്ത് പറയുന്നുവോ ആ നിലപാട് സ്വീകരിച്ചവരാണ്. എത്രത്തോളം മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഒരു പ്രസ്താവന, ഫഇന്നനാ ബശറുൻ നഖൂലുൽ ഖൗലൽ യൗമ വനർജിഉ അൻഹു വദാ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, നഖൂലുൽ ഖൗലൽ യൗമ, ഇന്ന് ഞാനൊരു കാര്യം പറയും, ഇന്നൊരു വാക്ക് ഞാൻ പറയും, വനർജിഉ അൻഹു വദാ, നാളെ ഞാനത് മാറ്റി പറയും. അത് പറയാൻ അബൂ ഹനീഫ ഇമാമിന് ഒരു തടസ്സവുമില്ല. ഇന്നെനിക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നാളെ ഞാൻ ഈ പറയുന്നതിനെതിരായ ഒരു തെളിവ് കിട്ടിയാൽ പിന്നെ എന്റെ വാക്കിൽ ഞാൻ കടിച്ചു തൂങ്ങുന്ന പ്രശ്നമില്ല, ഞാനത് തിരുത്തുക തന്നെ ചെയ്യും, ഞാൻ എന്റെ അഭിപ്രായം മാറ്റുക തന്നെ ചെയ്യും. അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് പറയാം. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം യഅ്കൂബ് എന്ന് പറയുന്ന തന്റെ ഒരു ശിഷ്യൻ പേനയും എടുത്തുകൂടി എന്നാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ മുഴുവൻ എഴുതി വെക്കുകയാണ്. വലിയൊരു പണ്ഡിതനാണ് അബൂ ഹനീഫ ഇമാം. അദ്ദേഹം വളരെയധികം പാണ്ഡിത്യമുള്ള ആളാണ്, നിസാരക്കാരനല്ല. ലഖദ് സാനൽ ബിലാദ വമൻ അലൈഹാ ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ. ലഖദ് സാനൽ ബിലാദ വമൻ അലൈഹാ, നാടുകളെ, പട്ടണങ്ങളെ, അതുപോലെ തന്നെ അതിലുള്ള ആളുകളെ മുഴുവനും അബൂ ഹനീഫ ഇമാം അലങ്കരിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ് അലങ്കരിച്ചത്? ബിഅഹ്കാമി വആഥാരി വഫിഖ്ഹി കആയാതി സബൂരി അല സ്വഹീഫ. ഏടുകളിൽ സബൂർ എന്ന് പറയുന്ന ഏടിലുള്ള ആയത്തുകൾ പോലെ സുന്ദരമായി ആയാത്തുകളെ കൊണ്ടും അഹ്കാമുകളെ കൊണ്ടും ഹുക്മുകളെ കൊണ്ടും ലോകത്തെ അലങ്കരിച്ച മഹാപണ്ഡിതനാണ് അബൂ ഹനീഫ ഇമാം. മാത്രമല്ല فما في المشرقين له نظير ولا بالمغربين ولا بكوفة. ആ അബൂ ഹനീഫ ഇമാമിന്റെ തത്തുല്യനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തോട് കിടയത്തൊരു പണ്ഡിതൻ. فما في المشرقين
വലാ ബിൽ മഗ്രിബൈനി, കിഴക്കുമില്ല പടിഞ്ഞാറുമില്ല, വലാ ബി കൂഫ, കൂഫയിലുമില്ല. അദ്ദേഹത്തിന് തത്തുല്യനായ ഒരു പണ്ഡിതൻ ലോകത്തില്ല എന്ന് പാടപ്പെട്ട മഹാനായ അബൂ ഹനീഫ ഇമാം പറയുന്ന വാക്കുകൾ എഴുതിയെടുക്കുവാൻ വേണ്ടി യാക്കൂബ് എന്ന തന്റെ ശിഷ്യൻ വരുമ്പോൾ ആ ശിഷ്യനെ വിളിച്ചുകൊണ്ട് അബൂ ഹനീഫ ഇമാം പറഞ്ഞ വാചകം വൈഹക യാ യാക്കൂബ് ലാ തക്തുബു കുല്ലമാ തസ്മഉ മിന്നി. എന്ത് പറ്റി യാക്കൂബേ? ലാ തക്തുബ് കുല്ലമാ തസ്മഉ മിന്നി, എന്നിൽ നിന്ന് കേൾക്കുന്നത് മുഴുവനും ഇങ്ങനെ എഴുതി വെക്കേണ്ടതില്ല, ഞാൻ പറയുന്നത് മുഴുവനും ഇങ്ങനെ എഴുതി വെക്കേണ്ടതില്ല. കാരണം ഫഇന്നി ഖദ് അറാ അർറഅയൽ യൗമ, ഇന്ന് എനിക്കൊരു അഭിപ്രായം അത് ശരിയാണെന്ന് തോന്നും, പക്ഷേ എന്റെ അഭിപ്രായം ശരിയായിക്കൊള്ളണമെന്നില്ല. അതിനെതിരായി ഞാൻ നാളെ ഒരു തെളിവ് കിട്ടുന്നവനായി മാറിയാൽ റസൂലുള്ളാഹിയുടെ ഒരു വാചകം അതിന് പകരമായി എന്റെ അഭിപ്രായത്തിനെതിരായി എനിക്ക് കിട്ടിയാൽ നാളെ എന്റെ അഭിപ്രായം വാത്തുറുക്കുഹോദ, ഇന്നത്തെ എന്റെ അഭിപ്രായം മാറ്റിയിട്ട് നാളെ ഞാൻ വേറൊരു അഭിപ്രായം സ്വീകരിക്കും. നാളെ എനിക്കൊരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം സ്വീകരിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ വാത്തുറുക്കുഹു ബഅദഹു, അടുത്ത ദിവസം തന്നെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ നിന്ന് മാറും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മതമായി നിങ്ങൾ മനസ്സിലാക്കണ്ട. എനിക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാ. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഉച്ചരിക്കണമെങ്കിൽ, എന്റെ വാക്കുകൾ നിങ്ങൾ എടുത്തുദ്ധരിക്കുന്നുവെങ്കിൽ ഏതൊരു തെളിവാണ് അതിനായി ഞാൻ അവലംബിച്ചത് എന്നറിഞ്ഞിരിക്കണം. അല്ലാത്തവൻ എന്റെ വാക്കെടുത്തുദ്ധരിക്കണ്ട. ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വിവരം പറഞ്ഞത് എന്നറിയാത്തവൻ എന്റെ വാക്ക് പറയണ്ട. ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു ഹുക്കുമ പറഞ്ഞത് എന്നറിയാത്തവൻ ആ ഹുക്കുമ പറഞ്ഞു നടക്കണ്ട. ആരാ ഇത് പറയുന്നത്? അബൂ ഹനീഫ ഇമാമാണ്. അബൂ ഹനീഫ ഇമാമാണ്. ഈ നിലപാട് തന്നെയാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ആരാ ഇമാം മാലിക്? ഇമാമു ദാരിൽ ഹിജ്റ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയായ മസ്ജിദുൻ നബവിയിലെ മുദർരിസായ ഷാഫി ഇമാമിന്റെ ഉസ്താദായ മഹാനായ മാലിക് റഹിമഹുല്ലാഹ് പറയാണ്, ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ വ ഉസീബു, നിശ്ചയമായും ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് ശരിയും തെറ്റുമെല്ലാം പറ്റിപ്പോകും. ശരി മാത്രമല്ല എനിക്ക് പറ്റുക, തെറ്റും പറ്റാം. ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ നന്നായി ചിന്തിക്കണം. ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ നന്നായി ആലോചിക്കണം. ഞാൻ പറഞ്ഞതിൽ ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചത് വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. ഞാൻ പറഞ്ഞതിൽ ഖുർആനിനെതിരായി വല്ലതും നിങ്ങൾ കണ്ടാൽ, അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞതിനെതിരായി സുന്നത്തിനെതിരായി വല്ലതും കണ്ടാൽ ഫത്റുക്കു, മാലിക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നിങ്ങൾ കൂടണ്ട. അത് വലിച്ചെറിയണം. നിങ്ങൾ അത് മുഴുവൻ നിങ്ങൾ വലിച്ചെറിയണം. ആരാ പറയുന്നത്? മഹാനായ മാലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദ് തമ്മൽ അംറു, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു, അതുപോലെ തന്നെ കൽപ്പനകൾ പൂർത്തിയായി. فإنه ينبغي أن تتبع آثار النبي صلى الله عليه وسلم ولا يتبع الرأي. തീർച്ചയായും പിൻപറ്റേണ്ടത്, പിന്തുടരേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആധാറുകളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയ തത്വങ്ങളെയാണ് പിന്തുടരേണ്ടത്. വലാ യുത്തബഅ റഅയ്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെയല്ല. അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, മറ്റേ ശൈഖ് പറഞ്ഞു, ഈ ഹോജ പറഞ്ഞു, അങ്ങനെ ഒരു കാലയുണ്ട്, ഇങ്ങനെ ഒരു ഖീലയുണ്ട്. അങ്ങനെ ഓരോരോ കാലകളും കൗലുകളും ഖീലകളും അന്വേഷിച്ച് പോവുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്. നേരെ മറിച്ച് നിന്റെ മേൽ അനിവാര്യമാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിനെ പിന്തുടരുക എന്നത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിച്ച ഈ ആശയം തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഷാഫി ഇമാമും പറയുന്നു. കുല്ലു മസ്അലത്തിൻ സഹ ഫീഹൽ ഖബറു عن رسول الله صلى الله عليه وسلم عند أهل النقل بخلاف ما قلت فأنا راجع عنها في حياتي وبعد مماتي. ഏത് മസ്അലകളായാലും, ഞാനൊരു മസ്അല പറഞ്ഞിട്ടുണ്ടെങ്കിലും വിവരമുള്ള ആളുകൾ, അതുപോലെ അഹ്ലുൻ നഖലിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ, അഹ്ലുൻ നഖൽ എന്ന് പറഞ്ഞാൽ തെളിവുകളെ തെളിവുകളായി മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ, അതേ റസൂലുള്ളാഹിയിൽ നിന്നൊരു ഖബറിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് വരികയും ആ സ്ഥിരപ്പെട്ട വാർത്തക്കെതിരായി എൻ്റെ ഒരു വാക്ക് വരികയും ചെയ്താൽ ഫാന റാജിഉൻ അൻഹാ ഫീ ഹയാതി വബഅദ മമാതി,
എന്റെ ജീവിതത്തിലായാലും ഇനി ഞാൻ മരിച്ചതിനു ശേഷമായിരുന്നാലും ഞാൻ പറഞ്ഞ ആ തെറ്റിൽ നിന്ന് ഞാൻ മടങ്ങിയിരിക്കുന്നു. നബിക്കെതിരെ ഞാൻ പറയില്ല, ഹദീസിനെതിരെ പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞതിലേതെങ്കിലും എന്റെ വശാൽ എനിക്ക് എന്നിൽ സംഭവിച്ച അബദ്ധം കൊണ്ട് അതിനെതിരായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങുകയാണ്. ആ വിവരം എന്റെ ജീവിത കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയാൽ എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ മടങ്ങുകയാണ്. ഇനി അതല്ല, ഞാൻ മരിച്ചതിനു ശേഷമാണ് റസൂലുള്ളാഹിയിൽ നിന്ന് അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുള്ളതെങ്കിൽ എന്റെ മരണശേഷമായാലും ഞാൻ മടങ്ങുകയാണ്. ആരാ പറയുന്നത്? മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുല്ലു മാ ഖുൽതു ഫകാന അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫ ഖൗലി മിമ്മാ യസ്ഹ് ഫഹദീസുൻ നബി ഔലാ ഫലാ തുഖല്ലിദൂനി. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് സഹിഹായി കിട്ടിയാൽ ഫഹദീസുൻ നബി ഔലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാർത്ത, നബിയിൽ നിന്നുള്ള ആ വർത്തമാനം, നബിയിൽ നിന്നുള്ള ഹദീസ്, അതാണ് സ്വീകരിക്കേണ്ടത്. എന്നെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്, എന്നെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. എത്രത്തോളം എന്നറിയോ? ഇദാ റഅയ്തുമൂനി യഖൂലു ഖൗലൻ വഖദ് സഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫുഹു ഫഅലമു അന്ന അഖ്ലി ഖദ് ദഹബ്. എത്ര ഉദ്ധരണികളാണ് അദ്ദേഹത്തിന്റെ, എത്ര വാചകങ്ങളാണ്. ഞാനൊരു വാക്ക് പറഞ്ഞു, അതിനെതിരായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് കണ്ടാൽ അത് ഷാഫി ഇമാം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നിങ്ങൾ കൂടരുത്. ഞാൻ പറഞ്ഞൊരു വർത്തമാനത്തിനെതിരെ റസൂലുള്ളാഹിയുടെ ഹദീസ് കണ്ടാൽ ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, അന്ന അഖ്ലി ഖദ് ദഹബ, ഈ ഷാഫിയുടെ ബുദ്ധി പോയതാണ് എന്ന് വിചാരിച്ചാൽ മതി. ഷാഫിയുടെ ബുദ്ധി പോയതാണ് എന്ന് കരുതണം നിങ്ങൾ. എന്നിട്ട് ആ ഹദീസിനെ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്. ഇതൊക്കെ പറയുമ്പോ ചില ആളുകളുണ്ട്, അവര് പറയും, മൗലവി അത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്, അപ്പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അതെന്താന്ന് ചോദിച്ചാൽ ആ മഹത്തുക്കളുടെ വിനയമാണത്, ഈ പണ്ഡിതന്മാരുടെ വിനയമാണത്. കാരണം എന്നെ അന്ധമായി അനുകരിക്കണം എന്ന് ഒരൊറ്റ പണ്ഡിതനും പറയില്ല, അതവരുടെ വിനയം കൊണ്ടാണ് എന്ന് ചില ആളുകൾ ഇതിന് മറുപടി പറയാറുണ്ട്. അങ്ങനെ മറുപടി പറയുന്ന ആളുകൾക്ക് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ മദ്ഹബ് തത്വമായി അല്ലെങ്കിൽ മദ്ഹബി പക്ഷപാതിത്വം സ്വീകരിച്ച ആളുകൾ തന്നെ മദ്ഹബിന്റെ ഇമാമുമാരിൽ 4ാമത്തെ ഇമാമായി എണ്ണുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അത്തരം നിലപാട് സ്വീകരിക്കുന്നവർക്ക് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തുഖല്ലിദുനി, എന്നെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. നമുക്ക് മനസ്സിലാക്കാം, അത് വിനയമാണ്. ആരുടെ വിനയം? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ വിനയം. ലാ തുഖല്ലിദുനി, ഒരിക്കലും നിങ്ങൾ എന്നെ അന്ധമായി അനുകരിക്കരുത്. എന്നാൽ അടുത്ത വാചകം എന്താണ്? വലാ തുഖല്ലിദ് മാലിക, മാലിക് ഇമാമിനെയും അന്ധമായി അനുകരിക്കരുത്. അതിന്റെ വിനയം കൊണ്ടാണോ അല്ലെങ്കിൽ അസൂയ കൊണ്ട് പറഞ്ഞതാണോ? അല്ല, അത് നിയമമാണ്. എന്ത്? വലാ തുഖല്ലിദ് മാലികൻ, മാലിക് ഇമാമിനെയും നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. വല ശാഫിഇയ്യ, ശാഫി ഇമാമിനെയും നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. വല ഔസാഇയ്യ, ഔസാഇ ഇമാമിനെയും നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. വല തൗരിയ്യ, ഷാഫി ഇമാമിന്റെ അതേ കാലഘട്ടക്കാരനായ മഹാനായ ഇമാം തൗരിയെയും നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. വഖുദൂ മിൻ ഹൈതു അഖദൂ, ഇവരൊക്കെ എവിടുന്നാണ് ദീൻ പഠിച്ചത്? അവരൊക്കെ എവിടുന്നാണ് ദീൻ ഉൾക്കൊണ്ടത്? അവിടുന്നാണ് നിങ്ങളും ദീൻ ഉൾക്കൊള്ളേണ്ടത്, ദീൻ പഠിക്കേണ്ടത്, ദീൻ സ്വീകരിക്കേണ്ടത് അവിടുന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റഅയുൽ ഔസാഇ വറഅയു മാലിക് വറഅയു അബി ഹനീഫ കുല്ലുഹു റഅയി. ഈ പറഞ്ഞ ഔസാഇ ഇമാമാകട്ടെ, മാലിക്കാകട്ടെ, അബൂ ഹനീഫ ഇമാമാകട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ അത് മുഴുവൻ അഭിപ്രായങ്ങൾ മാത്രമാണ്. വഹുവ ഇൻദി സവാ, അത് മുഴുവൻ എന്റെ അടുക്കൽ സമമാണ്. ഔസാഇ ഇമാം പറഞ്ഞാലും മാലിക് ഇമാം പറഞ്ഞാലും അബൂ ഹനീഫ ഇമാം പറഞ്ഞാലും ഒക്കെ എന്റെ അടുക്കൽ അത് സമമാണ്. വഇന്നമൽ ഹുജ്ജതു ഫിൽ ആഥാർ, തെളിവ് സ്വീകരിക്കേണ്ടത്, തെളിവ് കൊണ്ടുവരേണ്ടത്, ഹുജ്ജത്ത് കൊണ്ടുവരേണ്ടത് അത് ഖുർആനിൽ നിന്നാണ്, സുന്നത്തിൽ നിന്നാണ്, ആഥാറുകളിൽ നിന്നാണ്. ആരാ പറയുന്നത്? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയാണ്. മാന്യ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ഈ തത്വം, ഈ അടിസ്ഥാനപരമായ തത്വം കേരള സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ച പ്രസ്ഥാനം അതാണ് സലഫി പ്രസ്ഥാനം. ഈ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനം അതാണ് സലഫി പ്രസ്ഥാനം. അതാണ് സലഫി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, വ്യതിരിക്തത എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറയാനും ഈ തത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും ഈ തത്വം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും നിലകൊള്ളുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം.
അത് കേവലം പറയുക മാത്രമല്ല, പൂർവസൂരികളായ മുൻഗാമികളായ ആളുകൾ അതവർ പ്രവർത്തിച്ചു കാണിച്ചു തന്നു. ഈ നിലപാടിന് അവർ പ്രവർത്തിച്ച് കാണിച്ചു തന്നു. എത്രത്തോളം നമുക്കറിയാം. ജുമുഅക്ക് കൊടുക്കുന്ന 2 ബാങ്ക്, ജുമുഅക്ക് കൊടുക്കുന്ന 2 ബാങ്ക്, ആ ബാങ്കിനെ സംബന്ധിച്ച് ഇമാം ഷാഫി റഹിമഹുല്ലാ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അല്ലുമിൽ പറയുന്നത് കാണാം, അന്നൽ അദാന കാന അവ്വലുഹു ലിൽ ജുമുഅത്തി ഹീന യജ്ലിസുൽ ഇമാം അലൽ മിമ്പർ. ഒന്നാമത്തെ ബാങ്ക് അത് ഇമാം മിമ്പറിൽ ഇരുന്നതിനു ശേഷമുള്ള ബാങ്കാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ രണ്ടാമത് കൊടുക്കുന്ന ബാങ്കാണ് ഒന്നാമത്തെ ബാങ്ക്. ആ ബാങ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ട്. ആ ബാങ്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ട്. ആ ബാങ്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് ശാഫി ഇമാം പറയുന്നു, ആ ബാങ്ക് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നെങ്കിലും ഫലമാ കാനത് ഖിലാഫത്തു ഉസ്മാന വകസുറൻ നാസ്, അതേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ആളുകൾ വ്യാപിച്ചു, ധാരാളം ആളുകൾ വന്നു. ആ ഘട്ടത്തിൽ അമറ ഉസ്മാൻ ബിഅദാനിൻ സാനിൻ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സൗറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് രണ്ടാമതൊരു ബാങ്ക് കൊടുക്കുവാൻ കൽപ്പിച്ചു. അങ്ങനെ ഫഉദ്ദിന ബിഹി, അതുകൊണ്ട് ബാങ്ക് വിളിക്കപ്പെട്ടു. ഫതബത്തൽ അംറു അലാ ദാലിക്, അതിന്റെ മേൽ കാര്യം സ്ഥിരപ്പെടുകയും ചെയ്തു. എന്നിട്ട് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ അവിടം കൊണ്ട് നിർത്തുന്നില്ല. വീണ്ടും മഹാനായ അത്താ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം കൊടുക്കുകയാണ്. അത്താ അതിനെ വെറുത്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുമായിരുന്നു, എന്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണെന്നും അഭിപ്രായമുണ്ട്. അല്ല, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചതെന്നും അഭിപ്രായമുണ്ട്. 2 അഭിപ്രായമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് വന്നതെന്നും, അല്ല മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇത് വന്നതെന്നും അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങൾ കൊടുത്തിട്ട് ശാഫി ഇമാം പറയാണ്, എന്ത്, വഅയ്യുഹുമാ കാന ഫൽ അംറു അല്ലദി അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ. ഈ 2 പേരിൽ ആരാണ് ആദ്യമായി ആ ബാങ്ക് കൊണ്ടുവന്നതെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ സ്നേഹിക്കുന്നത് അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുള്ള ആ ഒരു ബാങ്കിനെയാണ്. കാരണം ശാഫി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മോശമാണെന്ന് കണ്ടിട്ടല്ല, അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു മോശമാണെന്ന് കണ്ടിട്ടല്ല, അവരത് കൊടുക്കുവാൻ കൽപ്പിച്ച സാഹചര്യം മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലെ നടപടി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ നടപടി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ നടപടി, ആ നടപടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് മഹാനായ ഷാഫി ഇമാം പറയുകയാണ്, എനിക്കിഷ്ടം, ഞാൻ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള ഒരു ബാങ്കാണ്. ഈ നിലപാടാണ് യഥാർത്ഥത്തിൽ സലഫികൾ ഏത് വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ആരെന്ത് ചെയ്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിലുള്ള നിലപാടെന്തോ ആ നിലപാടാണ് ഏറ്റവും ശരിയായത്, അതാണ് സ്വീകരിക്കേണ്ടത്, അതാണ് ഉത്തമമായത്. ഇത് സമൂഹത്തോട് പറഞ്ഞ പ്രസ്ഥാനം, അത് പറയാൻ വേണ്ടി വന്ന പ്രസ്ഥാനം, അതാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം. ഈ യോഗ്യത ഉള്ള ഏക പ്രസ്ഥാനം അതാണ് സലഫി പ്രസ്ഥാനം. ഈ യോഗ്യത, ഈ രൂപത്തിലൊരു നിലപാട് സ്വീകരിച്ച ഏക പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനമാണ്, സലഫികളാണ്. മഹാനായ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഈജിപ്തിൽ നിന്ന് ചില ആളുകൾ വന്നു. അദ്ദേഹത്തോട് ചില മസ്അലകൾ ചോദിച്ചു വിശ്വാസപരമായിട്ട്. ആ മസ്അല, ചില വിശ്വാസപരമായ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി എഴുതി കൊടുത്തു. ഈജിപ്തിലുള്ള ആളുകൾ ആ മറുപടിയുമായി തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിച്ചെന്നു. അവിടെ ആ വാർത്ത വിവാദമായി. ചില ആളുകൾ അത് വിവാദമാക്കി കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ മഹാനായ ഇബ്നു തൈമിയയുടെ നാട്ടിലുണ്ടായിരുന്ന ഗവർണർ, ഭരണകർത്താവിന്റെ, രാജാവിന്റെ കൽപ്പന പ്രകാരം ഇബ്നു തൈമിയയെ വിളിച്ചു വരുത്തി. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നത് കാണാം, ഫഅമറൽ അമീറു ബിജമ്മിൽ ഖുലാത്തിൽ അർബഅ, ഖുലാത്തിൽ മദാഹിബിൽ അർബഅ വഗൈരിഹിം മിൻ നവാബിഹിം വൽ മുഫ്തീന വൽ മശായിഖ് മിമ്മൻ ലഹു ഹുർമത്തുൻ വബിഹി ഇതിദാദ്. ആ കാലഘട്ടത്തിൽ ജീവിച്ച 4 മദ്ഹബിലെയും ഖാദിമാര്, ഖാദി ഖുലാത്തുമാര്, അതുപോലെ തന്നെ അസിസ്റ്റന്റുമാര്, അപ്രകാരം തന്നെ ഫത്വ കൊടുക്കുന്ന മുഫ്തിമാര്, മശായിഖന്മാര്,
ഏതെങ്കിലും നിലയിൽ എണ്ണപ്പെട്ട ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി, ഇബ്നു തീമിയെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോടാരോടും എന്തിനാ വിളിച്ചുകൂട്ടിയത് എന്ന വിവരം ഒരിക്കലും ഈ ഗവർണർ പറയാതിരിക്കുകയും എല്ലാവരും ഒത്തുചേരണമെന്ന് പറയുകയും, എല്ലാവരും ചേർന്നപ്പോൾ ആ സദസ്സിൽ വെച്ചുകൊണ്ട് ആ ഗവർണർ ഇബ്നു തീമിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദൽ മജ്ലിസു ഉഖിദ ലക, ഈ സദസ്സ് ഇബ്നു തീമിയ നിങ്ങൾക്ക് വേണ്ടി വിളിച്ചുകൂട്ടിയപ്പെട്ടതാണ്. فقد ورد مرسوم السلطان بأن أسألك عن اعتقادك وعما كتبت به إلى الديار المصرية من الكتب التي تدعو بها الناس إلى الاعتقاد. നിങ്ങൾ ഈജിപ്തിലേക്ക് ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ചാളുകളെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയ വിവരം, ഒരു റിസാല അയച്ച വിവരം പറഞ്ഞിട്ട് താങ്കളുടെ വിശ്വാസം എന്ത് എന്ന് ചോദിച്ചറിയുവാൻ വേണ്ടി ഭരണകർത്താവിന്റെ നിർദ്ദേശപ്രകാരം, സുൽത്താന്റെ നിർദ്ദേശപ്രകാരം താങ്കൾക്ക് വേണ്ടി വിളിച്ചുകൂട്ടപ്പെട്ട സദസ്സാണിത് എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ വെച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തീമിയ നൽകിയ മറുപടി എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? അമ്മൽ ഇഅ്തിഖാദു ഫലാ യുഖദു അന്നി വലാ അമ്മൻ ഹുവ അക്ബറു മിന്നി ബൽ യുഖദു അനില്ലാഹി വറസൂലിഹി വമാ അജ്മഅ അലൈഹി സലഫുൽ ഉമ്മ. ഒരിക്കലും വിശ്വാസം സ്വീകരിക്കേണ്ടത് ഈ ഇബ്നു തീമിയയിൽ നിന്നല്ല, എന്നെക്കാളും വലിയൊരാളിൽ നിന്നുമല്ല. നേരെ മറിച്ച് ഈ ഇഅ്തിഖാദ് അഥവാ വിശ്വാസം സ്വീകരിക്കേണ്ടത്, വിശ്വാസകാര്യങ്ങളെ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അന്നില്ലാഹി, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നാണ്, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നിന്നുമാണ്, വമാ അജ്മഅ അലൈഹി സലഫുൽ ഉമ്മ, സലഫുസ് സാലിഹുകളായ സച്ചരിതരായ പൂർവ്വസൂരികളായ ആളുകൾ അവരുടെ ഇജ്മാ, അവരുടെ ഏകകണ്ഠമായ അഭിപ്രായം, അതിൽ നിന്നാണ് വിശ്വാസം പഠിക്കേണ്ടത്, അവിടെ നിന്നാണ് വിശ്വാസം മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു തീമിയ ആ പൂർവ്വസൂരികളായ ആളുകളുടെ വിശ്വാസം എന്താണ്, അഖീദ എന്താണെന്ന് ഇങ്ങനെ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു. ഈ കാളിമാരും ഖുദാത്തുമാരും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട മുഫ്തിമാരും മശായിഖുമാരും ഒക്കെ ഇരിക്കുന്ന ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം, അതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് എന്ത് മനസ്സിലാക്കണം, ഖുർആനെ സംബന്ധിച്ച് എന്ത് മനസ്സിലാക്കണം, അഹ്ലുസുന്നയുടെ നിലപാട് എന്താണെന്ന് ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ ഈ ഗവർണർ പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രസംഗം കേട്ടിട്ട് അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം പോലെയുണ്ടല്ലോ എന്ന്. ഇബ്നു തീമിയ ഒന്ന് സോപ്പിടാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങൾ ഈ പറയുന്നത് അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത് പോലാണല്ലോ. അപ്പോ സ്വാഭാവികമായും ഗവർണർ വിചാരിച്ചത് ഇബ്നു തീമിയ പറയും, ഞാൻ അഹ്മദ് ബിൻ ഹംബൽ പറയണത് പോലെ തന്നെ പറയണത് എന്ന് ഇബ്നു തീമിയ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഇയാള് ഈ രൂപത്തിൽ സംസാരിച്ചത്. നിങ്ങൾ പറയുന്നത് അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത് പോലെയുണ്ടല്ലോ എന്ന്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നൽകിയ മറുപടി, മാ ജമഅതു ഇല്ലാ അഖീദത സലഫി സ്വാലിഹി ജമീഅഹിം ലൈസ ലിൽ ഇമാമി അഹ്മദ് ഇഖ്തിസാസും ബിഹാദാ. ഞാൻ ഇവിടെ പറഞ്ഞത് അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം അല്ല. ഈ വിഷയത്തിൽ അഹ്മദ് ബിൻ ഹംബലിന് ഒരു പ്രത്യേകതയുമില്ല. ഞാൻ പറഞ്ഞത് പൂർവ്വസൂരികളായ സലഫു സാലിഹുകളായ സച്ചരിതരായ ആളുകളുടെ വിശ്വാസമാണ്. വൽ ഇമാമു അഹ്മദ് ഇന്നമാ ഹുവ മുബല്ലിഗുൽ ഇൽമി അല്ലദീ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുബല്ലിഗുൽ ഇൽമാണ്, കാര്യങ്ങളെ എത്തിച്ചു തന്ന ഒരു വലിയ പണ്ഡിതനാണ്, ഒരു മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന കാര്യങ്ങളെ പഠിപ്പിച്ചു തന്ന, കാര്യങ്ങൾ എത്തിച്ചു തന്ന, അത് തബ്ലീഗ് ചെയ്ത ഒരു വലിയ പണ്ഡിതനാണ്. എന്നാൽ വലൗ ഖാല അഹ്മദു മിൻ തിൽഖാഇ നഫ്സിഹി മാ ലം യജിഉ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലം നഖ്ബൽ. ഇനി ആ അഹ്മദ് ബിൻ ഹംബലെങ്ങാനും ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വന്തം ഇഷ്ടം പറഞ്ഞാൽ, റസൂലുള്ള പറയാത്തത് സ്വന്തമായ അഭിപ്രായം എന്ന നിലക്ക് പറഞ്ഞാൽ ലം നഖ്ബൽ, ഒരിക്കലും അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാലും നാം അത് സ്വീകരിക്കുകയില്ല. അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാലും നാം അത് സ്വീകരിക്കുകയില്ല. നബി പറയാത്തത് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാൽ സ്വീകരിക്കുകയില്ല. അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ് പറഞ്ഞതെങ്കിലോ അത് സ്വീകരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സലഫികളുടെ നിലപാട്, ഇതാണ് സലഫികളുടെ വ്യതിരിക്തമായ നിലപാട്. ഈ നിലപാടിലേക്ക് ഈ സമുദായത്തെ വിളിച്ചു കൊണ്ടുവരുവാൻ, ഈ സമുദായത്തെ ക്ഷണിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തത്വം ഉൾക്കൊള്ളുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. കേരള ജനത ഇത് ഉൾക്കൊണ്ടിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിനെ പ്രമാണമായി പോലും മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ്.
1984 ജനുവരി മാസത്തിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് തന്നെ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ എന്നാണ്. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ. ഖുർആൻ ഭാഷാന്തരം ചെയ്യുന്നതിൽ നിന്ന് സഹോദരങ്ങളെ നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ. ആ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ പറഞ്ഞത് എന്താ? ഖുർആനിൽ നിന്നൊരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. കണ്ടോ, ഖുർആനിൽ നിന്നൊരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, സുന്നത്തുമില്ല എന്നാണ്. അത് പറയാൻ വേണ്ടി പുസ്തകം എഴുതി. വേറൊരു മുസ്ലിയാർ പറഞ്ഞത്, അയാൾ എഴുതിയത് ഖുർആനിന്റെ ആശയം നമുക്ക് മനസ്സിലാവൂല. കാര്യം എന്താ? അല്ലാഹ് പറഞ്ഞത് എന്താ? സനുൽഖീ ഇലൈക ഖൗലൻ സഖീലാ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് കനമുള്ള വാക്കുകൾ ഇട്ടുതരും എന്നാണ്. ഖുർആന്റെ ആയത്തുകൾക്ക് ഭയങ്കര കനാണ്. സനുൽഖീ ഇലൈക ഖൗലൻ സഖീലൻ, നല്ല കനമുള്ള കട്ടിയുള്ള വാക്കിട്ട് തരും. ആ കട്ടിയുള്ള വാക്ക് ആണ് ഖുർആൻ. ആ ഖുർആൻ നിന്റെ പെടലിക്ക് താങ്ങൂല. നീ അതെടുത്ത് തലയിൽ വെച്ചാൽ നിന്റെ പെടലി ഒടിഞ്ഞു പോകും എന്നാണ്. എനിക്ക് മനസ്സിലാവൂല. വേറൊരു മുസ്ലിയാർ പ്രസംഗിച്ചതോ ഖുർആനെ പറ്റി പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്മേലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ പർവ്വതത്തെ പൊട്ടിത്തകരുന്നതായി നിനക്ക് കാണാമായിരുന്നു. എന്തുകൊണ്ട്? അല്ലാഹുവിനെ പേടിച്ചിട്ട്, റബ്ബിനെ ഭയപ്പെട്ടിട്ട് ആ പർവ്വതം തകർന്നു വീഴുന്നത് നിനക്ക് കാണാമായിരുന്നു എന്ന് ഖുർആനെ പറ്റി അല്ലാഹ് പറയാണ്. ഈ ആയത്ത് ഓതിയിട്ട് പറയാണ്, ഒരു പർവ്വതത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മനുഷ്യ നിന്റെ അവസ്ഥ എന്താവും? ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്മേലാണ് അവതരിപ്പിച്ചതെങ്കിൽ പർവ്വതം തകർന്നു പോകുന്നതാണ് അല്ലാഹ് പറഞ്ഞത്. മനുഷ്യ, പർവ്വതത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നിന്റെ അവസ്ഥ എന്താണെന്നാണ് മൂല്യർ ചോദിച്ചത്. മൂല്യർക്ക് ഉപമ മനസ്സിലായില്ല. ഇത് ഉദാഹരണം പറഞ്ഞാണ്, ഉപമ പറഞ്ഞാണെന്ന് മനസ്സിലായില്ല. അള്ളാനെ പേടിച്ചിട്ട് പർവ്വതം തകരുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ആയത്ത് മനുഷ്യ നിനക്കിറക്കിയിട്ട് നീ അള്ളാനെയും പേടിക്കുന്നില്ല, ഈ ആയത്തുകളെയും മനസ്സിലാക്കുന്നില്ല, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ അശ്രദ്ധമായി നീ ജീവിക്കുകയാണല്ലോ എന്നാണ് അള്ളാഹ് ചോദിച്ചത്. ഇത് മനസ്സിലാകാതെ ആ ഖുർആൻ കൊണ്ട് പർവ്വതം തകർന്നു പോകുമെങ്കിൽ മനുഷ്യ നീയും തകർന്നു പോകും. അതുകൊണ്ട് ഖുർആൻ നിനക്ക് പഠിക്കേണ്ടതല്ല, നീ പഠിക്കേണ്ടതല്ല ഖുർആൻ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ പിന്നെ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ആരെങ്കിലും മരിച്ച ഖബറും പുറത്ത് ഓതാൻ, യാമം മുറിയാതെ ഓതാൻ. യാമം മുറിയാൻ പാടില്ല എന്നാ. വെള്ളിയാഴ്ച ജുമയുടെ നേരായിരുന്നാലും ഷെഡിനകത്ത് ഒരാളുണ്ടാവും, ഒരു മൂലരിട്ടുണ്ടാവും, ജുമാടൊക്കെ ഉണ്ടാവും പള്ളിയിൽ. എന്തേ പോകാൻ പറ്റൂല? മുറിയാൻ പാടില്ല എന്നാണ്. മുറിയാൻ പാടില്ല. ജുമാടൊക്കെ ഇത് മുറിഞ്ഞു പോയാൽ, ഇങ്ങനെ ഇവിടുന്ന് മുറിഞ്ഞാൽ അപ്പം മലക്കൊരൂലേ, ഖബറിൽ മലക്കൊരൂലേ? മലക്കിനെ പേടിപ്പിച്ചിരുത്താണ് ഖുർആൻ ഓതിയിട്ട്. അവിടെ എടുക്കാൻ പാടില്ല, ഈ കബറി കിടക്കണ തൊടാനും പാടില്ല. ഇതെങ്ങാനും മുറിഞ്ഞ് ജുമാ നിസ്കരിച്ച് വരുന്ന 2 റക്അത്ത് നിസ്കരിച്ച് വരുന്ന സമയത്തിനിടക്ക് ഇവിടെ അടി നടന്നാലോ എന്ന് പേടിച്ചിട്ട് അവിടുന്ന് പോകാൻ പാടില്ല. ഇങ്ങനെ 40 ദിവസം അവിടെ ഓതാനാ ഖുർആൻ. ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അപമാനിച്ചൊരു ജനത ശരിയല്ലേ മാന്യ സഹോദരങ്ങളെ? പിന്നെ വിശുദ്ധ ഖുർആൻ എവിടെ ഉപയോഗിക്കുക? പിന്നെ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കണമെങ്കിൽ ആരെങ്കിലും ഗർഭിണിയാകണം. ഏതെങ്കിലും സ്ത്രീക്ക് ഗർഭമുണ്ടായാൽ ഉടൻ തന്നെ വിശുദ്ധ ഖുർആൻ എഴുതിക്കെട്ടാൻ വേണ്ടിയിട്ട് ഓടുക. വിശുദ്ധ ഖുർആൻ എഴുതിക്കെട്ടാൻ വേണ്ടിയിട്ട് മുല്ലാരടുക്കിലേക്ക് ഓടുക. മുല്ലാരുടൻ തന്നെ വെറ്റില എടുത്തിട്ട് അതിൽ എഴുതി കൊടുക്കുക. എന്ത്? ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു ദതറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഅ്തിറത് ഇദശംസു കുവിറത് വഇദൻ നുഫൂസു സുവ്വിജത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ വഇദൽ ബിഹാറു സുജ്ജിറത്. ഇങ്ങനെ ലോകാവസാനത്തെ പറ്റി പറഞ്ഞ ആയത്ത് മുഴുവൻ വെറ്റിലക്കാത്തോട്ട് കൂടെ എഴുതുക. ലോകാവസാനത്തിൽ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, ആ സംഗതികൾ ലോകാവസാനത്തിൽ അല്ലാഹ് പറയാണ്, ആകാശം പൊട്ടിക്കീറും, കടൽ കത്തും, കടൽ കരകവിഞ്ഞൊഴുകും, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടും. ഈ ആയത്തൊക്കെ വെറ്റിലയിൽ എഴുതി കൊടുക്കുക. അത് എഴുതുമ്പോൾ തന്നെ എന്താണ്? ബായിനും പുള്ളിയില്ല, തായിനും പുള്ളിയില്ല, ബാവും താവൊക്കെ ഒരുപോലെ ഉണ്ടാവുള്ളൂ.
കൂട്ടശരട്ട് എഴുതൂല്ല. എന്താ, ഇത് പോയിട്ട് നിവർത്തി നോക്കിയിട്ട് മൂപ്പര് വായിച്ച പിന്നെ അടുത്ത പ്രാവശ്യം മൂപ്പര് എഴുതുമല്ലോ. അത് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് വായു പുള്ളില്ല, തായു പുള്ളില്ല, നൂനും പുള്ളില്ല, ആ പുള്ളിയൊക്കെ ഒഴിവാക്കി ഹർക്കത്തൊക്കെ ഒഴിവാക്കിയിട്ട് ആ പിരിച്ചെഴുതി ഓരോ അക്ഷരങ്ങളും വേറെ വേറെ എഴുതിയിട്ട് വെറ്റിലയില് ഈ മഷി കൊണ്ട് എഴുതി കൊടുത്ത് അത് ആ പെൺകുട്ടി കഴിച്ചു കഴിഞ്ഞാൽ എന്താ അവരുടെ വിശ്വാസം? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമി വിറക്കുന്നത് പോലെ പിന്നെ ഇവിടെ വയറ് വിറക്കുന്നു. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ യഥാർത്ഥ വിറക്കൽ വിറച്ചാൽ, വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് തള്ളിയാൽ എന്ന ഖുർആൻ പറയുന്നത്. ഇതുപോലെ ഇത് കഴിച്ചാൽ ഈ പെണ്ണിന്റെ വയറിങ്ങനെ വിറക്കുമെന്നും ആ വയറ്റിലുള്ളതൊക്കെ പുറത്തേക്ക് ചാടുമെന്ന വിശ്വാസം. അപ്പോ വഖാലൽ ഇൻസാനു, ആളുകൾ ചോദിക്കും, മാലഹ, അവൾക്ക് എന്ത് പറ്റി എന്ന്. അവൾക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല, ഒരു പ്രസവം നടന്നതാ. കണ്ടോ, ഇതാണ് വിശ്വാസം. ഇതിനാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അകത്തുള്ളത് എന്തെന്നറിയാതെ അതെന്തെന്ന് പഠിക്കാതെ വിശുദ്ധ ഖുർആൻ മാറ്റിവെച്ച ജനത, ഈ ജനതയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പരലോകത്ത് പരാതി പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഖുർആൻ പറഞ്ഞത്? വഖാലർ റസൂലു, അല്ലാഹുവിന്റെ റസൂല് പറയുകയും ചെയ്യുന്ന സന്ദർഭം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പരലോകത്ത് പറയുന്നത്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, എൻ്റെ ഈ ജനത വിശുദ്ധ ഖുർആനിനെ അവർ അഗണ്യകോടിയിൽ തള്ളി, വിശുദ്ധ ഖുർആനിനെ അവർ വർജിച്ചു, വിശുദ്ധ ഖുർആൻ അവരെ മാറ്റിവെച്ചു റബ്ബേ എന്ന് അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂല് പരാതി പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു വിശുദ്ധ ഖുർആനോട് തന്നെ പ്രഖ്യാപിക്കുകയാണ്, അള്ളാന്റെ റസൂല് തന്റെ ഉമ്മത്തിനെ കുറിച്ച്, തന്റെ ജനതയെ കുറിച്ച് അള്ളാഹിനോട് പരാതി പറയാണ്, എന്റെ ജനത ഈ ഖുർആനിനെ വലിച്ചെറിഞ്ഞു റബ്ബേ, വർജിച്ചു റബ്ബേ എന്ന്. ഈ ഒരു ദുരവസ്ഥ മാന്യ സഹോദരങ്ങളെ നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എടുക്ക്, ഖുദിൽ കിതാബ, അല്ലാഹുവിന്റെ കിതാബ് നീ എടുക്ക്, അത് നീ സ്വീകരിക്ക്, അത് നീ മറിക്ക്, അത് ഓത്, അത് വായിക്ക്, അത് പഠിക്ക്, അത് മനസ്സിലാക്ക്, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളു എന്ന് പറയാൻ വേണ്ടി ഉള്ള പ്രസ്ഥാനം. അതാണ് സലഫി പ്രസ്ഥാനം. എന്തിനാ ഞങ്ങൾ സലഫി പ്രസ്ഥാനം, എന്തിനാ ഇവിടെ സലഫികൾ എന്ന് ചോദിച്ചാലുള്ള മറുപടി അതാ. ഇത് പറയാൻ, അല്ലാതെ വോട്ട് ചോദിക്കാനല്ല. ഇന്നിങ്ങോട്ട് വരുമ്പോ കണ്ടമാനം ബസ് പോകുന്നുണ്ട് കോഴിക്കോട്ടേക്ക്. അപ്പൊ എന്താ ഈ ബസ്? അത് വെൽഫെയർ പാർട്ടി ഉണ്ടാകാണ്. വെൽഫെയർ പാർട്ടിയുടെ പ്രഖ്യാപനമാണ് ഇതാ. അതെന്താ? ജമാഅത്തെ ഇസ്ലാമിക്കാര് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും പാർട്ടി ഉണ്ടാക്കുക. പാർട്ടി മാത്രമേ ഉള്ളൂ. പാർട്ടിയുടെ എണ്ണത്തിനനുസരിച്ച് വോട്ട് കിട്ടിയിരുന്നെങ്കിൽ അവർ പണ്ട് മന്ത്രിസഭയിൽ കയറിയല്ലേ. പക്ഷെ ഇതുവരെ പാർട്ടി അവരുണ്ടാക്കിയ പാർട്ടിയുടെ എണ്ണത്തിന് അനുസരിച്ചുള്ള വോട്ട് അവർക്ക് കിട്ടാറില്ല. എന്നാൽ ഇന്നൊരു പാർട്ടി ഉണ്ടാക്കന്നെ. ഇതുപോലെ നാളെ മുജാഹിദിൽ കൂടിയിട്ടൊരു പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കും, അങ്ങനെ വോട്ട് ചോദിക്കാൻ വരും. അല്ല, അതിനല്ല ഈ പ്രസ്ഥാനം. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലുള്ളാഹിയുടെ ഓരോ വാക്കുകളും മുത്താണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, ആ വചനങ്ങൾ പവിത്രമാണ്. അതിന് തത്തുല്യമായ ഒരു വാക്ക് മറ്റൊരു സാഹിത്യകാരനും പറയാൻ കഴിയില്ല, ഒരു എഴുത്തുകാരനും പറയാൻ കഴിയില്ല, ഒരു ചിന്തകനും പറയാൻ കഴിയില്ല, ഒരു തിസീസ് എഴുതുന്നവനും സമർപ്പിക്കാൻ കഴിയില്ല. അത് ജവാമിഉൽ കലിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന് ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് നിർഗളിച്ചതാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിന്റെ വാചകങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം, ആ റസൂലുള്ളാഹിന്റെ ഖൗലിനെ നിങ്ങൾ സ്വീകരിക്കണം, ആ റസൂലുള്ളാഹിന്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ഇത് പറയാൻ, പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനം. ഇത് രണ്ടും ഒരു ജനത, ഒരു സമൂഹം സ്വീകരിച്ചാൽ ആ സമൂഹം മാറും. ആ സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാകും, ആ സമൂഹത്തിന് ഉയർച്ചയുണ്ടാകും, ആ സമൂഹത്തിന് വളർച്ചയുണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ആളുകൾ പ്രവിശാലമായി ഈജിപ്തിന്റെ മണ്ണിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവാണ് അതിന്റെ നേതാവ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ കിടുകിടാ വിറക്കുകയാണ്. എന്തുകൊണ്ട്? തന്റെ മേലെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം, ഭാരിച്ച ഉത്തരവാദിത്വം വളരെ വലുതാണ്. പ്രവിശാലമായി ഈജിപ്തിന്റെ മണ്ണിലേക്ക്, പിരമിഡുകളുടെ നാട്ടിലേക്ക്, ഫറോവമാരുടെ പിൻഗാമികൾ ജീവിക്കുന്ന പ്രദേശത്തേക്ക് കടന്നു ചെന്നാൽ, ഈ 10,000-ഓളം വരുന്ന ആളുകൾ ആ നാട്ടിൽ കടന്നു ചെന്നാൽ കടലിൽ കായം കലക്കിയതുപോലെ ഒന്നുമല്ലാത്ത അവസ്ഥയായി തീരും.
ഉത്തരവാദിത്വം വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്, വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ റബ്ബെ ഏൽപ്പിക്കപ്പെട്ടത് എന്നോർത്ത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ട് വിറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞ വാചകം, അംറേ നീ പേടിക്കണ്ട, പ്രയാസപ്പെടണ്ട, ഈജിപ്തിന്റെ മണ്ണിലേക്ക് നീ കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നീ വിളിച്ചു പറയൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നീ വിളിച്ചു പറയൂ, മാറ്റമുണ്ടാകും, പരിവർത്തനമുണ്ടാകും, ആ നാട് നിന്റെ കാൽ ചുവട്ടിൽ വരും, സംശയം വേണ്ട എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ധൈര്യം സംഭരിച്ച് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പിരമിഡുകളുടെ നാട്ടിൽ കടന്നു ചെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉറക്കെ ഓതിക്കൊടുത്തിട്ട് ആ സമൂഹത്തെ ഖുർആനിലേക്ക് വിളിച്ചപ്പോൾ, ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഹദീസിലേക്ക് ആ ജനതയെ വിളിച്ചപ്പോ ആ ജനത കൂട്ടമായി ഒഴുകി വന്നു, വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്ന് മാത്രമല്ല, അതുവരെ അവർ സംസാരിച്ചു കൊണ്ടിരുന്ന തങ്ങളുടെ മാതൃഭാഷ പോലും ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഖുർആന്റെ ഭാഷ മതി ഞങ്ങൾക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അറബിയെ സ്വന്തം മാതൃഭാഷയായി പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ പുൽകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ്, ഹദീസിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് മാറ്റമുണ്ടാകും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉറപ്പാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന ഉറപ്പാണ്. എന്നാൽ നമുക്കറിയാം കേരള സമൂഹത്തിന്റെ ദുരവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്നാണ് ആദ്യം ജനങ്ങളെ മുടക്കി. ഇത് പഠിക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട, എത്തൂലെന്ന് പറഞ്ഞത്, അങ്ങോട്ട് നോക്കണ്ട. പിന്നെയോ ദീൻ എന്ന് പറഞ്ഞ കാലി പറയും അതാണ് ദീൻ, കാലി പറയും അതാണ് ദീന. എന്നിട്ട് കാലി ഉണ്ടായി, ഓരോടത്തും കാലിയായിരുന്നു. മുട്ടുള്ള കാലി, മുട്ടില്ലാത്ത കാലി എന്ന് പറഞ്ഞാല്, മുട്ടുള്ള കാലി വെച്ചാല് അന്നം മുട്ടുള്ള കാശല്ല, നേരെ മറിച്ച് കൈമുട്ടുള്ള കാലി. ഒരു മഹലിൽ കൈമുട്ട് പാടും, കല്യാണത്തിന് കൈമുട്ടി പാടാ. അപ്പുറത്തെ കാലി പറയും പാടില്ല, കൈമുട്ടാൻ പാടില്ല. അപ്പോ ആ മഹലിൽ നിന്ന് ഒരു പെണ്ണെടുക്കാൻ വേണ്ടി ഈ മഹലിൽപ്പെട്ട ആള് പോയി ഇവിടുന്ന് കൈകൊട്ടിപ്പോ, അവിടെ ചെല്ലുമ്പോൾ പറയും ഇവിടെ പറ്റൂല, അടിയായി, വഴക്കായി, ബഹളായി. ഇത് കേരളത്തിന്റെ അവസ്ഥയായിരുന്നു. അതാണ് മുട്ടുള്ള കാലി, മുട്ടില്ലാത്ത കാലി. മാത്രല്ല, ഒരു കല്ല് അത് മഹലിന്റെ അതിർത്തിയിലാണ്, ഇപ്പുറത്തെ കാലി പറയും അത് എന്റെ പരിധിയിലുള്ള കല്ലാണ്, അവിടുത്തെ മസാല ഞാൻ പറയും. മറ്റേ കാലി പറയല്ല, അത് ഇപ്പുറത്താണ്, അതിന്റെ ബൗണ്ടറി നിങ്ങളുടെ മഹലിൽ ഒരു അപ്പുറത്താണ്. ആ കല്ലിന്റെ പേരിൽ തർക്കിച്ചു എന്ന് ഞാൻ പറയല്ല, സുന്നി വോയിസ് എഴുതി വെച്ചത്. ഒരു കല്ല്, അതിർത്തിയിൽ കിടന്ന കല്ലിന്റെ പേരിൽ കാലിമാർ കലഹിച്ചു, ബഹളുണ്ടായി. ഇത് കഴിഞ്ഞകാല സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നല്ല, ഇന്നുമുണ്ട്. കഴിഞ്ഞകാല സമൂഹത്തിൽ മാത്രമല്ല, ഇന്നും ഈ കാലി പ്രശ്നമുണ്ട്. ഒരു ഉദാഹരണം കണ്ടോളൂ. എന്നാൽ വലിയ ഖാസി പദവിയിലേക്ക് അടുപ്പിച്ചുള്ള 2 ദിവസങ്ങളിൽ 2 പള്ളികളിലായി 2 ഖാസിമാർ അവരോധിക്കപ്പെട്ടു. കുറ്റിച്ചിറ ജമാഅത്ത് പള്ളിയുടെ ഖത്തീബായിരുന്ന SV അഹമ്മദ് കോയയും പയ്യന്നൂരിലെ ഖാസിയായിരുന്ന സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളും ഇന്ന് വലിയ ഖാസിമാരായത് വലിയ വിവാദമായിരിക്കുന്നു. ചുറ്റുപാടറിയുന്ന ആളായിരിക്കണം കാലം. ഹജ്മത് ജമാനി വൽ മക്കാൻ, ജമാൻ വെച്ച് കാലവും ദേശവും പരിചയമുള്ള ആളായിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ 700 കൊല്ലം പഴക്കമുണ്ട് ഇവിടെ ഈ നാട്ടിൽ. ഇത്ര പഴക്കമുള്ള വളരെ പ്രയാസമായിരിക്കും. ഇസ്കാൽ പള്ളിൻ്റെ മുത്തവല്ലിമാരിൽപ്പെട്ടത് നമ്മളാവുന്നു. അപ്പോൾ സൂഫിക്കാ വീട് എന്ന് പറഞ്ഞ് സൂഫികൾ താമസിച്ച ആളുകളാണ്. അത്രയും പരമ്പര ജമാൻ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇത്ര എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഈ നാട്ടിലെ പരമ്പരകൾ ലീസ്റ്റ് കാണാം. ഇന്ന പിതാവിൻ്റെ അത്ര വരെയുള്ള കാണാം. ഹസ്ബത്ത് ജമാനി വൽ മക്കാൻ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചത് നാട്ടിനോട് പരിചയമുള്ള ആളായിരിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യമല്ല എന്നുള്ള അത് അറബി ഗ്രന്ഥമായ ബുഗയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പ്രമുഖമായിട്ടുള്ള സംഗതികളാണ്. ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് കോഴിക്കോട്ട് മഹല്ലി എന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധപൂർവ്വം എടുത്തിട്ട് സ്വീകരിച്ചത്. കണ്ടോ, നിർബന്ധപൂർവ്വം എന്നെ ആക്കിയതാണ്, ഞാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിർബന്ധപൂർവ്വം എന്നെ ആക്കിയത്. പിന്നെ ഈ നാട്ടിൽ കാലിയാൻ പറ്റാണ് ഞാനേ ഉള്ളൂ. കാര്യം ബിറിയൊക്കെ ഓതിയ ആൾ ഞാനാ, എൻ്റെ കയ്യിൽ കണക്കും കാര്യമൊക്കെ ഉള്ളൂ. എന്നാലും ഞാൻ വേണമെന്ന് പറഞ്ഞില്ല, ആളുകൾ നിർബന്ധിച്ചാക്കിയപ്പോൾ ഞാൻ ആയതാണ്, ആകെ ഞാനേ ഉള്ളൂ. അങ്ങനെയാണ് മൂപ്പറ വിശദീകരണം പോയത്. അപ്പോ അടുത്ത ആള് മൂപ്പറ വിശദീകരണം ഉണ്ട്, കേട്ടോളൂ. ഖാദി പല സ്ഥലത്തും ധാരാളം ഖാദികൾ പല മഹല്ലത്തുകളും പലരും തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞുകൂടാ, ആദ്യമെന്ന് പറഞ്ഞുകൂടാ.
നേരത്തെ ചുറ്റുഭാഗത്തുള്ള പല മഹല്ലത്തുകളും നമ്മുടെ നേതാവ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഖാദിയായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഖാദിയായിട്ട് പല മഹല്ലുകളുണ്ട്. അങ്ങനെ ആദ്യമൊന്നുമില്ല, പിന്നെ അവർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അവരെ തിരഞ്ഞെടുത്തു, ഇവരെ കൂടിയിട്ട് ഇനിയും തിരഞ്ഞെടുത്തു സംസ്ഥാന നിർദ്ദേശപ്രകാരം. വിശ്വാസികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ ഇപ്പോൾ? ഇല്ല, ഒന്നുമില്ലല്ലോ. ആർക്കും അഭിപ്രായ വ്യത്യാസം സംശയമൊന്നുമില്ലല്ലോ. മിക്കവാറും ആളുകൾ സ്വാർത്ഥതയിലേക്കാണ് പോണത്. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും സ്ഥാനം കിട്ടാനുള്ളതിലേക്കുള്ള പോക്കാണ് മിക്കവാറും പോകുന്നത്. അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായത് വളരെ കുറഞ്ഞിട്ടൊക്കെയുണ്ട്, വളരെ അപൂർവം എന്ന് പറയാം. അത് ഏറ്റവും വലിയ ഉന്നതന്മാരായ പണ്ഡിതന്മാരിൽ പോലും ആ സ്വാർത്ഥത കാണാൻ സാധിക്കുന്നുണ്ട്. നിഷ്കളങ്കമായി കണ്ടോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വാർത്ഥത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ ഞാനും ഖാദിയാണ്, അപ്പുറത്താളും ഖാദിയാണെങ്കിൽ എനിക്ക് സ്വാർത്ഥത ഒന്നുമില്ല. ഞാൻ രാജിവെക്കാണെന്ന് പറയാൻ ഞാൻ തയ്യാറാണോ? അത് തയ്യാറല്ല. സ്വാർത്ഥത കൂടുതലാണ്, സ്ഥാനം കിട്ടാനുള്ള സ്വാർത്ഥത കൂടുതലാണ്. ആയിക്കോട്ടെ, നമ്മൾ പരാതിയൊന്നും പറയുന്നില്ല. ഇതാണ് അവസ്ഥ. പക്ഷേ ഇത് ഖാദിമാരുടെ അവസ്ഥയാണെങ്കിൽ പൊതുജനത്തിന്റെ അവസ്ഥ എന്താ? അത് കേട്ടോളൂ. ജനക്കൂട്ടം ഒരു കാഴ്ച കണ്ടു നിൽക്കുകയാണ്. എന്താ കാഴ്ച? ഒരു ചേരൻ്റെ തല തവളൻ്റെ തൊള്ളയെ കുടുങ്ങിക്കാണ്. ഇതാണ് രംഗം. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് ചേരവാലം തവളാന്ന്, അപ്പുറം നിൽക്കുന്ന ആൾ പറഞ്ഞ് തവളത്തലയും ചേരാന്ന്. ചേരവാലം തവള എന്ന് പറഞ്ഞ ആൾക്കാർ അവരെ എതിർത്തും കൊണ്ട് മറ്റോല് പറയാണ് ചേരവാലം തവള ആണെങ്കിൽ വാൽ അങ്ങോട്ട് നിൽക്കണ്ടേന്ന്. തവളത്തലയം ചേരാന്ന് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്ത് പറയണേ? ഇപ്പുറത്തെ പാർട്ടി പറയുന്നത് തവളത്തലം ചേരാണെങ്കിൽ തല അങ്ങോട്ട് നിൽക്കണ്ടേന്ന്. ഇതാണ് ഇവിടെ ഇപ്പം നടക്കണ മൊത്തം രംഗം. ഈ കാസി നിയമനത്തിൽ രാഷ്ട്രീയം കൂടി കടന്നതുകൊണ്ട് ഇത് മൂന്നായി. കൂടാതെ സുന്നി രണ്ടായതിനു ശേഷം ഒരു സംയുക്ത മഹല്ല് കമ്മിറ്റി കാസി വറ വന്നുകാന്ന് വരും. അതുകൂടാതെ ഇപ്പോഴഞ്ചാമത്തെ കാസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഓവറാണ്, താങ്ങാൻ കഴിയില്ല. നാട്ടുകാർക്ക് താങ്ങാൻ കഴിയില്ല ഈ കാസിമാരെ. വിശ്വാസികൾക്ക് ഇവരെ സംബന്ധിച്ചോട് പുച്ഛിച്ച് തള്ളാനേ ഇത് സാധിക്കുള്ളൂ. ഒരു വിശ്വാസിക്ക് ഇവരന്മാരെ പുച്ഛിച്ച് തള്ള എന്നുള്ള മാത്രമല്ല, അവരുടേതായ വാട്ടിൽ വിടുക, നമ്മൾ ഓരോ പിന്നാലെ പോവാതെ നിൽക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അവർ ബഹിഷ്കരിക്കുക അങ്ങനത്തെ ആൾക്കാരെ. ബഹിഷ്കരിക്കുക ഇങ്ങനത്തെ ആൾക്കാർ, അതേ ചെയ്യാനുള്ളൂ. അതാണ് എന്റെ ശരിയായ നിലപാട്. ഈ രൂപത്തിൽ ഖാദി ഉണ്ടാവുക, ഖാദി പറയും അതിന്റെ പേര് പ്രശ്നം, അതിന്റെ പേരിൽ അനൈക്യം. മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നായി, മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഐക്യപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ മുസ്ലിം സമൂഹം ചിന്ന ഭിന്നമായി. ഒരിക്കലും ഐക്യപ്പെടാൻ കഴിയില്ല. ചിലർ പറയും മുജാഹിദിൽ വന്നിട്ട് അനൈക്യം ഉണ്ടാക്കിയത് ആണോ? മുജാഹിദിൽ വന്നിട്ട് അനൈക്യം ഉണ്ടാക്കിയത് ഒരു മഹല്ലിൽ ആളുകൾ വിചാരിച്ച ഐക്യപ്പെടാൻ പറ്റുമോ? ചില ആളുകൾ മുസ്ലിം സമൂഹം ഐക്യപ്പെടണം എന്ന പ്രസംഗം. ശരി, ഐക്യപ്പെടാം. എങ്ങനെ ഐക്യപ്പെടാ? ഒരു മഹല്ലിൽ ഐക്യമുണ്ടോ? വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇല്ല. കാരണം എന്താ? മഹല്ലിലെ ബൈലയിൽ പോലും എഴുതി വെച്ചത് ഒന്നുകിൽ അശ്ശരിയാകണം അല്ലെങ്കിൽ മാതുരീദിയാകണം. രണ്ടും കൂടെ ആ പറ്റൂലേ? പറ്റൂല. ഒന്നുകിൽ അശ്ശരിയാകണം അല്ലെങ്കിൽ മാതുരീദിയാകണം. അത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് അംഗീകരിക്കണം. അപ്പൊ ഒരു മഹല്ലിൽ വിശ്വാസപരമായി രണ്ട് തെറ്റ്. കർമ്മരംഗത്തോ നാലാലൊരു മദ്ഹബാകണം, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം. നാലും കൂടി സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ലേ, അത് പറ്റൂല. നാലാൽ ഒന്നും സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം തള്ളണം. മൂന്ന് മദ്ഹബ് തള്ളണം, എന്നിട്ടൊന്നും സ്വീകരിക്കണം. അങ്ങനെ നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം. ഒരു മഹല്ലിൽ ഐക്യമുണ്ടോ? ഐക്യമില്ല. കാരണം എന്താ? അടിസ്ഥാനപരമാണ് അനൈക്യം. അനൈക്യം അടിസ്ഥാനപരമായി ഉണ്ടാക്കി ഒരു സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് ഐക്യമുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നോക്കുമ്പോൾ അസംബ്ലിക്ക് കിടവില്ല, അറ്റൻഷനായിട്ട് കിട, കൈയൊന്നും കിട്ടില്ല. ഇതെന്താ നീ ഇങ്ങനെ? ഞാൻ മാലിക് മദ്ഹബാണ്. മറ്റേ ആളോ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി അവിടെ പൊക്കിളിന് താഴെയാണ്, പൊക്കിളിന് താഴെ. ഇതെന്താ അങ്ങനെ കൈകെട്ടിയത്? അത് അബൂ ഹനീഫ ആളാണ്, ഞാൻ ഹനഫി മദ്ഹബുകാരനാണ്. വേറെ ആളോ അല്ലാഹു അക്ബർ പള്ളമ്മല കൈകെട്ടിയത്. എന്താ ഇവിടെ കൈകെട്ടിയത്? ഞാൻ ഷാഫി മദ്ഹബുകാരനാണ്, ഷാഫി മദ്ഹബുകാരനാണ്. ഇവിടെ ഐക്യമുണ്ടോ? ഇല്ല. ഐക്യം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നാലും സത്യസമ്പൂർണ്ണാണ്. അസംബ്ലിക്ക് നിൽക്കണ പോലെ നിൽക്കണതും സത്യസമ്പൂർണ്ണം, പൊക്കിളിന് താഴെ കെട്ടിയത് സത്യസമ്പൂർണ്ണം, വയറ്റത്ത് കെട്ടിയത് സത്യസമ്പൂർണ്ണം. എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് നമസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ കൈ കെട്ടിയിട്ടുണ്ടോ? ഉണ്ട്. അത് എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കെട്ടിയതുപോലെ ഞാനും കൈകെട്ടുമെന്ന് തീരുമാനിക്കാനുള്ള മനസ്സുണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങനൊരു ചിന്തയിലേക്ക് മനുഷ്യർ വന്നിരുന്നെങ്കിൽ അനയിക്കുണ്ടോ? അനയിക്കില്ല. ആ നിലപാട് സ്വീകരിച്ചാൽ ശാഫി ഇമാം എതിരാകുമോ? ഇല്ല. ഹനഫി ഇമാം എതിരാകുമോ? ഇല്ല. മാലിക് ഇമാം എതിരാകുമോ? ഇല്ല. ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാം എതിരാകുമോ? ഇല്ല. അവരതൃപ്തി പ്രകടിപ്പിക്കുമോ? ഇല്ല. ഇതത് ചെയ്യുന്നതിന് പകരം മദ്ഹബി പക്ഷപാതിത്വങ്ങൾ ഉണ്ടായി, അനൈക്യം ഉണ്ടാക്കി. എന്ന് മാത്രമല്ല, പരസ്പരം പാട്ടുപാടിക്കൊണ്ട് പരിഹസിച്ചു. എന്താ പരിഹസിച്ചത്? സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യത മിൻ മാഇ വമിൻ തീനി. ശാഫിയാക്കൾ പാടിയ പാട്ടത്. ആരെ കുറിച്ചാ പാടിയത്? ഹനഫികളെ കുറിച്ചാണ്. എന്താ പാട്ടിലുള്ളത്? സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി. ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹു പരമപരിശുദ്ധൻ. ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹു പരമപരിശുദ്ധൻ. വശാഫിഇയ്യത മിൻ മാഇ വമിൻ തീനി. ശാഫിയാക്കളെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ച അല്ലാഹു പരമപരിശുദ്ധൻ. കാരണം എന്താ? ഷാഫി മദ്ഹബിൽ മനി നജസല്ല, ഇന്ദ്രിയം നജസല്ല. ഹനഫി മദ്ഹബിലോ മനി നജസ. അപ്പൊ നജസിൽ നിന്നുണ്ടായ ഹനഫികള് നജസുകളാണ്. ഷാഫി മദ്ഹബിലോ നജസല്ല, അപ്പോ ഷാഫിയാക്കൾ നജസുകളല്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാട്ടുപാടി പരിഹസിക്കുന്ന, ആക്രമണങ്ങൾ നടത്തുന്ന അവസ്ഥ. ഇതിന് പുറമെ കേരളത്തിൽ മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവിധ ജാതീയത ഉണ്ടായിരുന്ന മണ്ണായത്. എല്ലാവിധ ജാതീയതയും കൊണ്ടുവന്നു. ഇസ്ലാമിൽ ജാതീയത ഇല്ല കേട്ടോ. ഇസ്ലാമിലുണ്ടോ ജാതീയത? അല്ലെങ്കിൽ ഇസ്ലാമിലുണ്ടോ ഉച്ചനീചത്വം? ഇല്ല. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻതാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നൂറുകണക്കിന് ആളുകളെ വിശുദ്ധമായ ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിക്കുവാൻ, മാധുര്യം മനസ്സിലാക്കുവാൻ ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തമാണത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻതാ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളൊരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. ഏത് മതക്കാരനായാലും, ഏത് ജാതിക്കാരനായാലും, ഏത് നാട്ടുകാരനായാലും നിങ്ങൾക്കൊരു പൊക്കിൾ കൊടി ബന്ധമുണ്ട്. ആ ഉമ്മയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്, ആ ഉപ്പയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത വർഗ്ഗക്കാരും വർണ്ണക്കാരും കബീലകളുമാക്കി മാറ്റിയത് ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്, തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയൻ തഖ്വയുള്ളവനാണ്, തഖ്വയുള്ളവനാണ്, തഖ്വയുള്ളവനാണ്. 10 പാശ്ചാത്യത്തിന്റെ ഇടയിൽ ഒരു നീഗ്രയുണ്ട്. ആ നീഗ്രോ വംശജനായ മനുഷ്യനാണ് തഖ്വയുള്ളതെങ്കിൽ ആ 10 പാശ്ചാത്യരെക്കാളും അല്ലാഹുവിന്റെ അടുക്കൽ മാന്യൻ ആ നീഗ്രയാണ്, ആ നീഗ്രോ അടിമയാണ് എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ കൈപിടിച്ചിട്ട് ജാതീയത പറഞ്ഞു കളിച്ച സമുദായമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം, അല്ലേ? മുസ്ലിം സമുദായത്തിൽ എത്ര ജാതികൾ ഉണ്ടായി? തൊട്ടുകൂടാത്തവരുണ്ടായില്ലേ? ഉണ്ടായി. ആധുനിക വൈദ്യശാസ്ത്രത്തെ പോലും വെല്ലുന്ന രൂപത്തിൽ ചേലാക്രമം ചെയ്യുന്ന ആളുകളെ ഒസ്സാൻ എന്ന് പേരിട്ട് മുട്ടിപ്പലകയിൽ മുറ്റത്തിരുത്തിയ സമുദായമാണിത്. കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന മുസ്ലിം ഉമ്മത്തിനെ 2ാം തരക്കാരായി ചിത്രീകരിച്ച സമുദായമാണിത്. എന്നും അറിയാം, 100% മുസ്ലിങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്ന ലക്ഷദ്വീപ് പോലുള്ള പ്രദേശങ്ങളിൽ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, തെങ്ങിക്കയറാനും മുസ്ലിമേ ഉള്ളൂ. ആ ആളുകളെ തെങ്ങിൽ കയറുന്ന മുസ്ലിമീങ്ങളെ 2ാം തരം പൗരന്മാരാക്കി മാറ്റിയിട്ട് അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, അവന്റെ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടുകയില്ല എന്ന നിലപാട് ഉച്ചനീചത്വം സ്വീകരിച്ചിട്ട് ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ നിലനിന്ന തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, കൂടെയുണ്ടാത്തവർ, അങ്ങനെ ഒട്ടില്ല ഹോ ജാതി കോമരങ്ങളെന്ന് ജാതി പഞ്ചരന്മാരുടെ കിരാതമായ വാഴ്ചക്കെതിരെ ശബ്ദിച്ച വലിയ വലിയ കവികൾ ഉള്ള ഈ മണ്ണിൽ ഈ സമൂഹത്തിനിടയിൽ വന്നുകൊണ്ട് മനുഷ്യർ അവർ ഏകോദര സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത മതത്തിന്റെ അനുയായികൾ ജാതീയത പറഞ്ഞു കളിച്ചു, തറവാടിത്തം പറഞ്ഞു കളിച്ചു, ഇല്ലേ? ഒരു കാലഘട്ടത്തിൽ ഉമർ ഖാലി പോലും ആ
ജാതീയത കണ്ട് തറവാടിത്തത്തിന്റെ പേര് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളുകളെ കണ്ടിട്ട് അവരോട് പുച്ഛത്തോടെ ചോദിച്ചു, അയാ ഫാഖിറൻ ബിൻ നസ്ബി കൈഫ തഫാഖുറു വഅസ്ലൂകും ഖബലു തിയൗ അനായരു വഅശാരി മൂശാരി വമണ്ണാനു പാണരു വകൊയപ്പാനു ചെട്ടി വനായാടി പറയരു. അയാ ഫാഖിറൻ ബിൻ നസ്ബി, തറവാടിത്തത്തിന്റെ പേരിൽ പൊങ്ങച്ചം പറയുന്നവനെ, കൈഫത്ത ഫാഖുറു, എന്ത് പെരുമ നടിക്കാനാ നിനക്കുള്ളത്? എന്ത് പെരുമയാണോ നിനക്കുള്ളത്? കാരണം നിന്റെ അസിലെന്താ, കഴിഞ്ഞുപോയ അസിലെന്താ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ആരാണ് നിന്റെ അസിലെന്താ? എന്ത് തറവാടിത്തം പറഞ്ഞാലും നിന്റെ അസിലൊന്ന് അന്വേഷിച്ചു നോക്കൂ, ആരാണ് ആ അസിലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ തീയനോ അല്ലെങ്കിൽ നായരോ ആയിരിക്കും. ഒന്നുകിൽ നിന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പ, വാപ്പൂപ്പ, വാപ്പൂപ്പാന്റെ വാപ്പ, അങ്ങനെ അന്വേഷിച്ചു പോയാൽ ഒരുപക്ഷെ തീയരോ നായരോ ആശാരിയോ മൂശാരിയോ മണ്ണാനോ പാണനോ പറയരോ കുഴപ്പാനോ ചെട്ടിയോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് മനുഷ്യ, നീ എന്തിന്റെ പേരിലാണ് കുലമഹിമ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ജാതി പഞ്ചരന്മാരുടെ ഈ നിലപാടുകൾക്കെതിരെ ഉമർ ഖാദി സംസാരിച്ചത് കാണാം. ആ രൂപത്തിൽ മുസ്ലിം സമൂഹം ചിന്ന ഭിന്നമായി. ഇത് അടിസ്ഥാനപരമായി ഉണ്ടായ പ്രശ്ന. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത്, ഇവിടെയാണ് സലഫി പ്രസ്ഥാനം കടന്നു വന്നത്. ഞാൻ എന്റെ വകുപ്പ് പറയുന്നില്ല, എന്റെ കയ്യിൽ അത് സമസ്ത 70ാം വാർഷിക സ്മരണികയാണ്. ഈ 70ാം വാർഷിക സ്മരണികയുടെ 14ാമത്തെ പേജിൽ കാണാം, കൊടുങ്ങല്ലൂരിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ കെ എം മൗലവി കൊടുങ്ങല്ലൂരിലെത്തിയ ഉടനെ തന്നെ ഏറിയാട്, അഴീക്കോട് ഭാഗങ്ങളിലുള്ള ചില ഉന്നത കുടുംബങ്ങൾ തമ്മിൽ ചിരകാലമായി തുറന്നു വന്ന കുടുംബ വഴക്കുകൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അവിടെ കെ എം മൗലവി ബ്രിട്ടീഷുകാരുടെ ഈ ഭീഷണി ഉണ്ടായ ഘട്ടത്തിൽ കൊടുങ്ങല്ലൂരേക്ക് പോയി നാട് വിട്ടു. ആ നാട് വിട്ട കെ എം മൗലവി കൊടുങ്ങല്ലൂരെത്തി കഴിഞ്ഞപ്പോ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ, മുസ്ലിം വലിയ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പിന്നീട് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. 1922 അത്. ആദ്യം 11 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന പ്രസ്തുത സംഘം പിന്നീട് വിപുലീകരിക്കപ്പെടുകയും അതിന് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേര് നൽകപ്പെടുകയും ചെയ്തു. ഇതിന്റെ എല്ലാം സൂത്രധാരകൻ കെ എം മൗലവി തന്നെയായിരുന്നു. അങ്ങനെയാണ് കേരള മുസ്ലിം ഐക്യ സംഘം 1922 രൂപീകരിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചിട്ട് മുസ്ലിം ഉമ്മത്തിനെ ഏക ഉമ്മത്താക്കി, ഏക സമൂഹമാക്കി, ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പിന്നീട് ആ പ്രവർത്തനം മുന്നോട്ട് പോയി. ഐക്യസംഘം പ്രവർത്തിച്ചു. 1ാം വാർഷികം കഴിഞ്ഞു. 2ാം വാർഷിക യോഗം 1924 ആലുവയിൽ വെച്ച് ചേർന്നു. അതിനോടനുബന്ധിച്ചു തന്നെ ഒരു പണ്ഡിത സംഘടനയും രൂപീകരിച്ചു. അതിന്റെ പ്രസിഡന്റ് കെ എം മൗലവിയായിരുന്നു. കണ്ടോ, അതിന്റെ പ്രസിഡന്റ് കെ എം മൗലവിയായ നിലയിൽ ആദ്യമായി 1924 ഐക്യസംഘത്തിന്റെ 2ാം വാർഷിക യോഗം ആലുവയിൽ വെച്ച് ചേർന്നപ്പോൾ ഒരു പണ്ഡിത സംഘടന രൂപീകരിച്ചു. അതാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് നിലനിൽക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ കേരള നദുത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന് പണ്ഡിതോചിതമായ നേതൃത്വം നൽകുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത് അവിടെ വെച്ചുകൊണ്ടാണ്. എന്തിനാണ് അത് രൂപീകരിച്ചതെന്നറിയോ? മുസ്ലിം ഉമ്മത്തിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ദിശാബോധം നൽകാൻ. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവർ കാര്യബോധമുള്ളവരാകണം. സമൂഹത്തിന്റെ പുറകെ നടക്കേണ്ടവരല്ലവർ, സമൂഹത്തിന്റെ മുന്നിൽ നടക്കേണ്ടവരാണവർ, സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണവർ. അവർക്ക് കൃത്യമായ ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, കാലഘട്ടത്തിൽ നടന്ന ചർച്ചകളും സംവാദങ്ങളും വളരെ വിശദമായ വിഷയമാണ്. ഇ കെ മൗലവി ഒരിക്കൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എഴുതിപ്പോയി, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർക്ക് ചരിത്രപരമായ അവബോധം പോലില്ല. ചില ആളുകൾ അത് വിവാദമാക്കി. ആ കാലത്ത് ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് ചരിത്രപരമായ അവബോധം ഇല്ല എന്നാണ് ഇ കെ മൗലവി എഴുതിയിട്ടുള്ളത്. പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് ഇവർ പുത്തൻ കൂറ്റുകാരാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. ഇ കെ മൗലവി ആക്ക് വേണ്ടിയിട്ട് സദസ്സ് രൂപീകരിക്കപ്പെട്ടു. ഇ കെ മൗലവി പറഞ്ഞു, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, ശരി തന്നെയാണ് എന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തെളിയിച്ചു തരാം.